സയൻസ് എടുത്തവർ ഒരുപാട് പേര് പോകുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നിങ്ങൾ സിഎ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൊമേഴ്സ് എടുത്തോളൂ, അതായിരിക്കും ഇത്തിരിയൂടെ നല്ലത്. കൊമേഴ്സുകാർക്ക് ശ്രദ്ധിച്ച് കേൾക്കണം, കൊമേഴ്സുകാർക്ക് ഹ്യൂമാനിറ്റീസിലേക്ക് വരാം, ഹ്യൂമാനിറ്റീസുകാർക്ക് കൊമേഴ്സിലേക്കും പോകാം. റൈറ്റ്? ഇത് മനസ്സിലായവരൊന്ന് കൈയടിക്കും, മനസ്സിലായവരൊന്ന് കൈയടിക്കും. ഓക്കെ, ഐ എം വെരി ഹാപ്പി. എനിക്ക് ഇഷ്ടപ്പെട്ടു സദസ്സിന്. എത്ര പേരുണ്ടെന്നുള്ളതല്ല, ആവശ്യക്കാരനെ വന്നിട്ടുള്ളൂ, വേണ്ടുന്നവനെ വന്നിട്ടുള്ളൂ. എത്രയോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ സഹായം കൊണ്ട് നമുക്കത് ലൈറ്റായിട്ട് പറയാൻ പറ്റുന്നു. അത് ഉൾക്കൊള്ളുന്ന ഒരു സദസ്സിന് കിട്ടുക എന്നുള്ളതാണ് സുപ്രഭാതത്തിൻ്റെ മഹാത്മ്യം. ഇത് എങ്ങനെയാണ് അഡ്മിഷൻ എന്നുള്ളതൊക്കെയാണ് HSCAP വിളിക്കും. VHSC ഉണ്ട്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. അവിടെയും പല വിഷയങ്ങളുണ്ട്. ബേസിക്കലി അവിടെ ഇതുപോലെ തന്നെയാണ്. CBSEയിൽ ചേരേണ്ടവർക്ക് അങ്ങനെ ചേരാം, അതിനും ഇതുപോലെ കോമ്പറ്റീഷനാണ്. എന്നാൽ എനിക്ക് ജീവിക്കാനൊരു മാർഗമൊന്നുമില്ല, ഞാൻ ജ്യൂസ് കടയിൽ അടിച്ച് പോയേ പറ്റൂ, സപ്ലൈക്ക് പോയേ പറ്റൂ, പത്രം ഇടാൻ പോയേ പറ്റൂ. പക്ഷെ എനിക്കും പഠിക്കണം. നിങ്ങൾക്ക് ഡിസ്റ്റൻസായിട്ട് ഈ സ്കോൾ കേരള വഴിയൊക്കെ +2 പഠിക്കാം. എന്നിട്ട് മറ്റുള്ളവരെ പോലെ നിങ്ങൾക്കും വലിയ വലിയ ജോലികളിലേക്ക് എത്താം. അതിനുള്ള അവസരമുണ്ട് സ്കോൾ കേരള. NIOS കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, മറ്റേത് കേരളം, ഇത് കേന്ദ്രം. NIOS സയൻസ് എടുത്ത് ഹ്യൂമാനിറ്റീസ് എടുത്തു, പെട്ടു എന്ന് പറയുന്നത് അയാർത്ഥത്തിലല്ല, അവൻ പെട്ടു. അവന് വേണ്ടത് സയൻസ് ആയിരുന്നു. NIOSൻ്റെ ഓപ്പൺ സ്കൂളിംഗ്, നാഷണൽ ഓപ്പൺ സ്കൂളിംഗ് എഴുതിയെടുത്തിട്ട് ഡോക്ടറായ ഒരു താടിക്കാരൻ കോഴിക്കോട് മീഞ്ചന്ത, മീഞ്ചന്ത നടുവട്ടം ആ ഭാഗത്തുള്ള ഒരാൾ ഞാൻ പരിചയപ്പെടാനിടയുണ്ട്. പറ്റും, പക്ഷേ ഉള്ളിൽ സീരിയസ്നെസ് ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ സയൻസ് ആയാലും നോൺ സയൻസ് ആയാലും എൻട്രൻസ് ഉണ്ട്. പോളിടെക്നിക്കിൽ പെട്ടെന്നൊരു ജോലി വേണം, പോളിടെക്നിക്ക് ചേരാം. ഒരു 3 വർഷം കൊണ്ട്. പൈലറ്റ് നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ലോക്കോ പൈലറ്റ് ആവണോ, ഇവിടെ പഠിച്ചാൽ മതി. KSCBയിൽ ചേരാം. ഒരുപാട് ജോലികൾക്ക്. സൈന്യത്തിൽ ടെക്നിക്കലിൻ്റെ ആവശ്യമുണ്ട്, പോലീസിലുണ്ട് ടെക്നോളജിയുടെ ആൾക്കാർ. അപ്പോൾ അങ്ങനെ പല മേഖലകളുണ്ട്. പോളിടെക്നിക്കൽ അനവധി കോഴ്സ് ഉണ്ട്, എല്ലാ ബ്രാഞ്ചും പറയുന്നില്ല. CBSEയുടെ സബ്ജക്റ്റിൻ്റെ കോമ്പിനേഷൻ അത് ഞാൻ പറയുന്നില്ല, കാരണം ഇതൊക്കെ അതിൻ്റെ മെത്തേഡ് നിങ്ങൾക്കറിയാം. പിന്നെ പൈസ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. CISCയിലൊക്കെ ചേരാൻ അങ്ങനെയുള്ളവർക്ക് ആ ഒരു മെത്തേഡുണ്ട്. +2 കഴിഞ്ഞിട്ട് ലാറ്ററൽ എൻട്രി വഴി പോളിടെക്നിക്ക് പോരാം. അവിടെ പല ബ്രാഞ്ചുകളുണ്ട്. കലാമണ്ഡലം, കലാപരിപാടികൾക്ക് മ്യൂസിക്കൊക്കെ പഠിച്ച ആൾക്ക് മ്യൂസിക് കോളേജിലൊക്കെ ചേർന്ന് പഠിക്കാം, അതിൻ്റെ ഒരു വഴിയുണ്ട്. 10 കഴിഞ്ഞിട്ട് നേരെ ഹോമിയോ ഫാർമസി, ഹോമിയോ മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു കോഴ്സുണ്ട്. ആയുർവേദത്തിൻ്റെ ഷോർട്ട് ടേം കോഴ്സുകളുണ്ട്. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ തൊഴിലും കൂടി പഠിച്ചുകൊണ്ട് പോകുന്നു. ഇതൊക്കെ 10 കഴിഞ്ഞ് നേരെ പോകുന്നതാണ്. ITI, കോഴിക്കോടുള്ള ITIയിൽ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ, ട്രെയിനിങ്ങിന് വേണ്ടി ചെന്നപ്പോൾ 5 കുട്ടികൾ ഡിഗ്രിക്ക് ശേഷം വന്നവരുണ്ട്. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് മത്സര പരീക്ഷകൾക്കൊന്നും ഒരുങ്ങിയിട്ടില്ല, ജോലി കിട്ടിയില്ല. ജോലി കിട്ടും. അങ്ങനെ ജോലി കിട്ടണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് ഡിഗ്രിക്കൊക്കെ പോകേണ്ടവർക്ക് അങ്ങനെയും പോകാം. ഇങ്ങനെ ITIൻ്റെ വഴികളുണ്ട്. 1 കൊല്ലം കൊണ്ട് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് കഴിഞ്ഞിട്ട് എയർ ഹോസ്റ്റസ് ആയ ആളെ കോഴിക്കോടുണ്ട്, എനിക്കറിയാം. ആ ബാച്ചിലുള്ള കുട്ടികളെ പരിചയപ്പെടുത്തിയിട്ട് അങ്ങനെ ഇപ്പം നമുക്ക് ഫുഡ് ക്രാഫ്റ്റിൻ്റെ പല പല ഗുണങ്ങളുണ്ട്. ഇനി ബോയ്സ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. സിഫ്നെറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപനം. ബോട്ട്, വലിയ ബോട്ട്, കപ്പൽ പോലത്തെ ബോട്ടുകൾ ഓടിക്കുന്നതും അതിൻ്റെ ടെക്നോളജിയും റിപ്പയറും ഒക്കെ ആയിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. ഒരു ചെറിയൊരു എൻട്രൻസ് ഉണ്ടാവും 10ാം ക്ലാസ് ലെവലിൽ. സ്റ്റൈപ്പൻഡ് ഉണ്ട്. കോഴ്സ് കഴിഞ്ഞിട്ട് 21,000 രൂപ സ്റ്റൈപ്പൻഡിൽ പ്രാക്ടീസ് ഉണ്ട്, ജോലി കിട്ടും. അറിയില്ല, നമ്മൾ പത്രങ്ങളുടെ വിദ്യാഭ്യാസം പേജ് നിങ്ങൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം. പിന്നെ ഇതിനുപോലെ എല്ലാത്തിനും ഒരുങ്ങുക. ഇതാണ് ഞാൻ SLC കഴിഞ്ഞ ഉടനെ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. സമയമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് +2വിൻ്റെ കുറച്ച് സാധനങ്ങൾ പോകാൻ. +2 എന്തൊക്കെ, ഇതിൽ ചില കാര്യങ്ങൾ അതിൽ റിപ്പീറ്റ് വരും. അത് ഞാൻ വേഗത്തിലടിച്ച് പോകും. ഇത്തിരി വെള്ളം കിട്ടുമോ നമുക്ക്? ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ, അപ്പോൾ ലക്ഷ്യത്തിലെത്തുന്നതിന് ഇത് +2കാരുദ്ദേശിച്ചാണ് പറയുന്നത്. 10ാം ക്ലാസ്സുകാർ ഇവിടെ ഇരിക്കണം, കാരണം 10 കഴിഞ്ഞാൽ +2ലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ അവിടെ കിട്ടുന്ന കാര്യം. അപ്പോൾ ഹൗ ടു സെലക്ട്, നിങ്ങൾ ഹാപ്പി ആവുന്നത് എന്ത് പഠിക്കുമ്പോഴാണ്?
എന്ത് ജോലിയിലെത്തുമ്പോഴാണ് അതാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് ഒരുപാട് കയറി പോകാൻ പ്രൊഫസർ, പൈലറ്റ്, മിലിറ്ററി ഓഫീസർ, സയൻറ്റിസ്റ്റ്, ഡോക്ടർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അങ്ങനെ പല പല സ്വപ്നങ്ങളായിരിക്കും ഇതുപോലെ. പക്ഷെ എന്തിനും ഒരു പ്ലാൻ എയും പ്ലാൻ ബിയും. വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുള്ളവർ ഒന്ന് കൈവെക്കോ? ഓക്കെ. വിമാനത്തിൽ എവിടേക്കാണ് പോയുള്ളത്? അബുദാബിയിലേക്കുള്ള വിമാനത്തിൽ കയറുന്ന സമയത്ത് പഠിച്ചവനെ ടിക്കറ്റൊക്കെ എടുത്ത് കയറി അതിലിരിക്കുമ്പോൾ ഒരു എയർ ഹോസ്റ്റസ് വന്ന് ചില ഡാൻസൊക്കെ കളിക്കും അല്ലേ? ആ എയർ ഹോസ്റ്റസ് നമ്മളോട് പറയുന്നത്, ഇക്ക നിങ്ങൾ ഇരിക്കോ, അബുദാബിയിലെത്തും, അപ്പം ഇന്ന വഴിക്ക് നിങ്ങൾ ഇറങ്ങിക്കോളിന്നൊന്നുമല്ല. എന്താ പറയുക, അബുദാബിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്, നിങ്ങൾ അവിടെ എത്തും. അതിലിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ അവരതല്ല പറയാ. നിങ്ങൾ വഴിയിലെങ്ങാൻ വലിയ സപ്തസമുദ്രങ്ങളാണ്, വീണാൽ എന്തു ചെയ്യണം, എങ്ങനെ കെട്ടണം? വീണാൽ വെള്ളത്തിൽ കിടന്ന് നീന്താനുള്ള സാധനം അവിടെ ഉണ്ട്. ഒരു വഴിക്ക് പോകുമ്പോൾ, മര്യാദയ്ക്ക് ഒരു വഴിക്ക് പോകുമ്പോൾ എങ്ങനെയാണോ പറയുക? ആണ്. കാരണം ഭൂമിയിൽ ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെ? അതാണല്ലോ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ ലൈഫ് ജാക്കറ്റ് ഇല്ലേ? അതുപോലെ IAS വിചാരിച്ചു 15 ലക്ഷം ആൾ വിചാരിക്കും 1000-ൽ താഴെ കിട്ടും, ഒരു ലൈഫ് ജാക്കറ്റ് വേണ്ടേ? അപ്പോൾ പ്ലാൻ ബി എന്തായിരിക്കും? MBBS വിചാരിച്ചു, വേണ്ടേ? പകരം എന്തായിരിക്കും? JEE വിചാരിച്ചു, IIT വിചാരിച്ചു, കിട്ടിയില്ലെങ്കിൽ NIT കിട്ടിയില്ലെങ്കിൽ കേരള എൻട്രൻസ് എഴുതിയിട്ട് തിരുവനന്തപുരം CET. അപ്പം നിങ്ങളെല്ലാവരും 2 or 3 ആ രീതിയിൽ വേണം. ഇത് എനിക്ക് ദാഹിച്ചുകൊണ്ടല്ല, നിങ്ങൾ ചോദ്യം ചോദിച്ച് എന്നെ വെള്ളം കുടിപ്പിക്കുന്ന സംഘാടകർ അസ്ലം സാറൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദ്യം നിങ്ങൾ വന്നോട്ടെ, വെള്ളം അധികം കുടിച്ചു വെക്കുകയാണ് ഞാൻ. ഓക്കെ, താങ്ക് യു. അപ്പോൾ മാറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. JEE ഇതാണ് നമ്മുടെ സുഹൃത്ത് എഴുതാൻ പോകുന്നത്. എന്തായിരുന്നു എൻ്റെ പേര്? അതിലല്ലേ? അതിലെഴുതാൻ പോകുന്ന പരീക്ഷ എഴുതാൻ പോകുന്നത് ഒരു തവണ എഴുതി. JEE മെയിൻ. എപ്പോഴും ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ക്ലിക്ക് ചെയ്താൽ വരും. നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ സ്ഥലത്ത് ചെന്ന് വിവരങ്ങൾ ചോദിക്കും, പത്രത്തിലേക്ക് എഴുതും. അങ്ങനെ ഒന്നുമല്ല. ഖുർആനിലുള്ള കാര്യം എന്തിനാ മുക്കറിക്കാരൻ്റെ അയൽവക്കത്തുള്ള കുട്ടീനോട് ചോദിക്കുന്നത്? നിങ്ങൾ പ്രോസ്പെക്ടസ് വായിക്കുക. ഇതാണ് പ്രോസ്പെക്ടസ്. എവിടെ കിട്ടും? ഇൻ്റർനെറ്റ് കിട്ടും. ഇൻ്റർനെറ്റ് സാധനം കയ്യിലുണ്ടോ? ഉണ്ട്. എല്ലാവരുടെ കയ്യിലും സാധനമുണ്ട്. ഉമ്മാൻ്റെ കയ്യിലുണ്ട്, മോൻ്റെ കയ്യിലുണ്ട്, മോളെ കയ്യിലുണ്ട്. എല്ലാവരും അതിൽ വെച്ചിട്ട് അതിനെ പൂജിച്ചുകൊണ്ടിരിക്കുക. അതിലൊന്നിട്ട് ഒറിജിനൽ സാധനങ്ങൾ JEEയുടെ ആയാലും എന്തിൻ്റെ ആയാലും നോട്ടിഫിക്കേഷൻ അതിൽ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ഓതൻറ്റിക്കായിട്ട് കിട്ടും. എൻജിനീയറിങ് താല്പര്യമുള്ളവർ കുറേ പേരുണ്ട്. JEE അതിലെഴുതിയാൽ എവിടെയൊക്കെ കിട്ടും മോനെ? IIT-യിൽ മാത്രമല്ല, NIT, JEE മെയിൻ എഴുതിയ IIT, IIIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, GFTI, ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതൊക്കെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ പ്രോസ്പെക്ടസിൽ വിശദമായിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ട് വിശദമായിട്ട് നോക്കാം. ഇങ്ങനെ നോക്കുന്നവർക്ക് ഒരബദ്ധവും പറ്റില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ക്യൂ ആണ്. ചില സമയത്ത് ഫോൺ എടുക്കാൻ പറ്റാത്ത അത്ര തിരക്കാണ്. ഈ സമയത്ത് 100,000 പേര്, 100,000 ക്ലാസ്സുകൾ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും പരമാവധി നിങ്ങളുടെ കയ്യിലുണ്ടാവും. JEE അഡ്വാൻസ്ഡ് എഴുതിയാൽ IIT-യിൽ കിട്ടാം. പൈലറ്റ് ആവുമെന്ന് നമ്മൾ പറഞ്ഞു. IGRO, ഇന്ത്യൻ ഡിഫൻസ് കയറിയാൽ ഫ്രീ ആവാം. B.Ed ടീച്ചറാവാൻ ആഗ്രഹിക്കുന്ന ഗേൾസ് ഓർ ബോയ്സ്, വെരി ഗുഡ്. നിങ്ങൾക്കിപ്പോൾ +2 കഴിയുമ്പോൾ തന്നെ, +2 കഴിയുമ്പോൾ 4 കൊല്ലത്തെ ഇൻ്റഗ്രേറ്റഡ് B.Ed ഉണ്ട്. ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അറിഞ്ഞു ആരെങ്കിലും? ഒന്നും നോക്കൂല. പേപ്പറിൽ ഞാൻ കഴിഞ്ഞ ദിവസം സുപ്രഭാതത്തിൻ്റെ ആളെ വീട്ടിൽ സുപ്രഭാതമാണ്, എന്നെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒക്കെ സന്തോഷം. പക്ഷെ ഞാൻ ചോദിക്കുന്ന കാര്യമൊന്നും അവൻ അറിയുന്നില്ല. എന്താ വായിക്കുക? സ്പോർട്സാണ് വായിക്കുക. സ്പോർട്സ് ഇന്ന് കാണും, രസം പിടിക്കും, പിന്നെയും അതിൽ തന്നെ വായിക്കും. ആ സ്പോർട്സ് തന്നെ ക്രിക്കറ്റ് അല്ലാണ്ട് അവനൊന്നും പറഞ്ഞോടാ. അങ്ങനെ മതിയോ? പോരാ. ഇൻഫർമേഷനുള്ള ഭാഗം വായിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും. അപ്പോൾ B.Ed ഇൻ്റഗ്രേറ്റഡ് വിളിച്ചു. സുപ്രഭാതത്തിൽ വന്ന് ഞാൻ കണ്ടു. എൻ്റെ സുഹൃത്ത് തന്നെയാണ് ചെയ്യുന്നത്.
സുപ്രഭാതം തുടങ്ങിയ കാലത്ത് ഫോർ ദ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ഒരു 2 കൊല്ലത്തോളം ഞാൻ സ്ഥിരമായിട്ടൊരു കോളം ചെയ്തിരുന്നു. അപ്പോൾ നേരെ ടീച്ചറാവാം, പിന്നെ B.Edന്റെ സീറ്റ് തിരഞ്ഞെടുക്കണ്ട, ഇപ്പം അതിന് ഡേറ്റ് ഉണ്ട് ഇനിയും. പിന്നെ ചിലതിനൊക്കെ +2 പരീക്ഷ കഴിഞ്ഞത് മാർച്ചിലാണ്, റിസൾട്ട് ഇപ്പോൾ വരുന്നേ ഉള്ളൂ, ഇന്ന് വന്നേ ഉള്ളൂ. പക്ഷേ ഈ ക്ലാറ്റിന് കഴിഞ്ഞ നവംബറിലാണ് വിളിച്ചത്. ഡിസൈനിങ്ങിൻ്റെ ചില കോഴ്സിന് ഓഗസ്റ്റിലാണ് വിളിച്ചത്. അണ്ടർലൈൻ ചെയ്യൂ, ഹൃദയത്തിൽ അണ്ടർലൈൻ ചെയ്ത് എഴുതൂ. എല്ലാ മികച്ച കോഴ്സുകൾക്കും അപേക്ഷ വിളിക്കുന്നത് +2 കഴിഞ്ഞിട്ടല്ല, റിസൾട്ട് വന്നിട്ടല്ല, +2വിൻ്റെ പഠനവുമായിട്ട് നിങ്ങളിങ്ങനെ വേവലാതിപ്പെട്ടിരിക്കുന്ന സമയത്ത് വിളിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്തും പത്രങ്ങളിലെ വിദ്യാഭ്യാസം അറിയിപ്പുകൾ ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ, സ്കൂളിലൊരു കരിയർ ഗൈഡൻസ് സെല്ലുണ്ട്. ഇനി സുപ്രഭാതം പോലെ പത്രങ്ങൾക്കൊക്കെ തന്നെ ആ സമയത്തും സ്കൂളുകളിലൊക്കെ ചെന്നിട്ടും ഒക്കെ ക്ലാസ്സുകൾ നടത്താം. നിങ്ങൾ പല അസോസിയേഷനുകളുണ്ട്, കാര്യം പറയുന്ന ക്ലാസ് ആയിരിക്കണം, കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ് ആയിരിക്കണം. അങ്ങനെയുള്ള അറ്റൻഡ് ചെയ്യാം, വായിക്കാം, അപേക്ഷിക്കാം. പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങാം. ഹ്യൂമാനിറ്റീസുകാർക്ക് അവരുടേതായ എൻട്രൻസ് ഉണ്ട്, ഇതെല്ലാവർക്കും പറ്റും. അപ്പോൾ ബയോടെക്നോളജി പോലെ റിസർച്ച് വഴി പോകുന്ന കുറച്ച് കോഴ്സുകളുടെ കാര്യം പറയുകയാണെ. ഫോറൻസിക് സയൻസ് ആരെങ്കിലും ഉണ്ട് അതിൻ്റെ ആൾക്കാർ? വാക്യം ഓക്കെ. ചെവി കേൾവി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് BASLP. ഞാനിങ്ങനെ പറയുന്നതിന് പകരം നിങ്ങൾ ആഗ്രഹവുമായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ 2 രീതിയും പറ്റും. പണ്ട് ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് പാപ്പ നീ പോയി 50 ചായപ്പൊടി വാങ്ങിക്കൊണ്ട, അന്ന് 50 ചായപ്പൊടിയാണ്. ഇന്നതല്ല, 50 തരം ചായപ്പൊടി സൂപ്പർ മാർക്കറ്റിലുണ്ട്. നമ്മൾ അവിടുന്ന് തീരുമാനിക്കുന്നത്. ഗൾഫുകാർ കൊണ്ടുവരുന്ന UK, അമേരിക്ക അല്ല ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു നല്ലൊരു മുക്കി ലിപ്ടൺ ഉണ്ട്. അത് കൂടാതെ വേറെ ഏതൊരു കമ്പനി കൂടെ ഉണ്ട്. എന്താ പേര്? റെഡ് ലേബൽ ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്. അന്നതൊന്നുമില്ല, സൂപ്പർ മാർക്കറ്റ് കയറിയാൽ അതൊക്കെ കിട്ടും. എന്താ പേര്? സൈനുൽ ആബിദ് സാഹിബ് ഞാൻ ഈ ചോദിച്ച പേരിൽ ഒരു പാക്കറ്റ് ചായപ്പൊടി എനിക്ക് കൊണ്ടുതരും എന്നൊരു ദുരാഗ്രഹമാണോ ആഗ്രഹമാണോ? വെറുതെ പറഞ്ഞാണ് കൊണ്ടുവരുന്നു, വേണ്ട. അപ്പോൾ എല്ലാം അറിഞ്ഞാൽ, അപ്പോൾ ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്. ഈ സൂപ്പർ മാർക്കറ്റിലെല്ലാം ഇരുന്ന് യവൻ കൊള്ളാൻ കേട്ടോ, ഇതെടുക്കാം, ഇതിനെന്ന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി എടുക്കണം. അതിനാണ് എല്ലാം പറയുന്നത്. അതിനിടയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചോദിക്കുകയും വേണം. അപ്പോൾ ഇതാ സൈബർ അറ്റാക്ക്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു 5 ലക്ഷം രൂപ ബാങ്കിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ ആണ് എന്തെങ്കിലും മെസ്സേജ് വരിക, ക്ലിക്ക് ചെയ്താൽ പോയി. ഇല്ലേ സൈബർ അറ്റാക്ക്? നിങ്ങളുടെ ഫോൺ അല്ല, നിങ്ങളുടെ KSEB ഇപ്പം കട്ട് ചെയ്യും, അക്കൗണ്ട് പൈസ കയറിയില്ല എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് വന്നു. അതിലേക്ക് വിളിച്ചാൽ പെട്ടു. തട്ടിപ്പുകളുടെ ലോകമാണ്. ഇവരെ പിടികൂടാൻ ഉള്ള പോലീസാണ് സൈബർ അറ്റാക്ക്. സൈബർ സെക്യൂരിറ്റി പഠിക്കണം, കമ്പ്യൂട്ടർ സയൻസാണ് പഠിക്കേണ്ടത്. ഹാക്കിംഗ് അറിയില്ലേ? ഹാക്കിംഗ് തെറ്റാണ്, എത്തിക്കൽ ഹാക്കിംഗ് ശരിയാണ്. ഹാക്കർമാരെ പിടികൂടുന്നത്. സൈക്കോളജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BSc സൈക്കോളജി എന്നാണ് പേര്. ആർക്ക് പഠിക്കാം? എല്ലാവർക്കും പഠിക്കാം. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ്. പേര് BSc എന്നാണ്. ഓക്കെ. അപ്പോൾ പിന്നെ മാരിടൈമൊക്കെ നമ്മൾ മറ്റേതിൽ പറഞ്ഞു. മാരിടൈം പഠിക്കാൻ എവിടെയാണ്? കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. IMU എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി. മലപ്പുറം ജില്ലയിൽ ഒരു പെൺകുട്ടി ഞാൻ ഈയിടെ പരിചയപ്പെട്ടു. ആ പെൺകുട്ടി ആന്ധ്രാപ്രദേശിൽ ഈ IMU എഴുതിയിട്ട് വിശാഖപട്ടണത്തുള്ള ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് നാവൽ ടെക്നോളജി പഠിക്കുകയാണ്. ക്യാമ്പസിനെ കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു. 14 മലയാളി ഇതിലുള്ള കുട്ടികളുടെ അവർ നോമ്പ് തുറക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയ കഥ വരെയൊക്കെ ചോദിച്ചറിഞ്ഞു. അങ്ങനെയാണ് കുട്ടികൾ മാറിത്തുടങ്ങി. ടെസ്റ്റിൻ്റെ കാര്യം ആ കുട്ടി അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി അതിൻ്റെ ക്യാമ്പസ് ഈ വിശാഖപട്ടണം ക്യാമ്പസിലാണ് ആ കുട്ടി പഠിക്കുന്നത്. കുസാറ്റിലുണ്ട്. പിന്നെ ബിസിനസ് പ്രോസസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് പോലുള്ള കോഴ്സുകളുണ്ട്. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്. കേട്ടില്ലേ? അടിപൊളി. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇനിയെങ്കിലും പങ്കുവെക്കൂ. ഞാൻ നാട്ടിലുള്ള പെൺകുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇവൻ അതൊന്നും വേണ്ട, വേറെ ആളെയാണ് കെട്ടാൻ ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ വെറുതെ അവരുടെ കഥയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ബോയ്സ് എവിടെ?
മോനെ, അതാ ആ ബ്ലാക്ക് ഷർട്ട്, ബ്ലാക്ക് ആണോ ഇവിടെ നോക്കുമ്പോൾ? അതന്നെ എൻ്റെ തൊട്ട് മുമ്പുള്ള ആള്. എന്താ ആഗ്രഹം? ജോലി ചെയ്യാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. എന്താ ജോലി? എൻ്റെ ചെവി അടിച്ചു പോയതാണോ അതോ ഉറക്കം ലേറ്റാണോ? ഉറക്കം പറ. ബിസിനസ്. ആഹാ, കൊടുക്കൈ. പുലികളുണ്ട് കേട്ടോ. പുലികൾ മടയിൽ നിന്ന് പുറത്തിറങ്ങി എന്നൊക്കെ പറഞ്ഞു. ഇതാ പുലി പോരാ, കയ്യടി പോരാ. ഇതൊക്കെ വമ്പൻ സംഭവമാണ്. നമ്മൾ ഒരാളെ പരിചയപ്പെടുക അതായിരിക്കും വഴിയിൽ നിന്ന്. നമ്മളെന്താ ചെയ്യേണ്ടത്? ഇയാൾ ഇന്ന ഏരിയയിലാണ്, അതെങ്ങനെ എത്തുക? ഇങ്ങനെയും അറിവ് സമ്പാദിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതൊക്കെ വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുക, പാരൻസ് ഉപയോഗിക്കുക. എല്ലാവർക്കും പരസ്പരം ചോദിച്ചും പറഞ്ഞും. അപ്പോൾ MSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റാ സയൻസ്, ഓഷ്യനോഗ്രാഫി, മറൈൻ ജിയോളജി, മെറ്റീരിയോളജി, കാലാവസ്ഥ സഹിച്ചൂടെ പുറത്ത് ഇല്ലേ, അതിൻ്റെയൊക്കെ മറൈൻ ബയോളജി, ഫുഡ് ടെക്നോളജി, അതൊരു അടിപൊളി വിഷയമാണ് അല്ലേ? ഫുഡ് കാണുമ്പോൾ ഒരു പ്രത്യേക ചിരി എൻ്റെ മുഖത്തും വരും. ഇവിടെ ചില ആൾക്കാർ ഇതിനെ പോലത്തെ ഫുഡിൽ ആക്രാന്തുള്ള ആൾക്കാർ വേറെയും കാണുന്നുണ്ട്. ഫുഡ് എന്തൊക്കെ രൂപത്തിലത് പ്രത്യക്ഷപ്പെടുന്നത്? ചിക്കൻ പണ്ടാകെ വന്നത് മുഴുവൻ കോഴി എന്നല്ല, മൊയ്മൻ കോഴി എന്നാ പറയാം. അതാ സാറൊക്കെ പെണ്ണുകെട്ടിയ കാലത്ത് മൊയ്മൻ കോഴിയും. ഇന്ന് മൊയ്മൻ കോഴി മാത്രമല്ല, ഇന്ന് കോഴി എന്തൊക്കെ രൂപത്തിലാണ് വരുന്നത്. ഒരു 10 എണ്ണം പറഞ്ഞു. ഇവരിപ്പോൾ നിരത്തി പറഞ്ഞാൽ ചെറുപ്പക്കാരുടെ ടീം കൂടെ ഉണ്ട്. 65, 64, അതന്നെ കാക്കത്തൊള്ളായിരം പേരാണ്. ഫുഡിൻ്റെ ലോകം, ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ലോകം അടിപൊളിയാണ്. ഗവൺമെൻറ് ജോലിയിൽ ഫുഡ് ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെയും പലതുകൊണ്ട് അതാത് സമയത്ത് ചോദിച്ചു പോവാം. MSc ഫുഡ് ടെക്നോളജി CFTRI, നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി ഉള്ളൊരു ജോലി, നല്ല പ്ലേസ്മെൻ്റ് ആയിട്ട് CFTRI പഠിച്ചാൽ കിട്ടും. ട്രാവൽ ആൻഡ് ടൂറിസത്തിന് വേറെ ഡാറ്റാ സയൻസ്. അപ്പോൾ IIT-കളുടെ പ്രത്യേകതകൾ, അതിൻ്റെ റിസർച്ചിൻ്റെ പ്രത്യേകത. IIT കിട്ടണമെങ്കിൽ എൻട്രൻസ് വേണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അവിടെ ഹ്യൂമാനിറ്റീസ് പോലും IIT-കളിലുണ്ട്. വെറും ഇത് മാത്രമല്ല, ഇതുപോലെ കൊല്ലം മുഴുവൻ വെറുതെ ഇരുന്ന് കൊല്ലാവസാനം കാണുന്ന ഫോൺ നമ്പറിലേക്കൊക്കെ ആളുകൾ വിളിക്കും. നിങ്ങൾക്കതിനാവശ്യം വരില്ല. 10 കഴിയുമ്പോൾ തന്നെ സുപ്രഭാതത്തിൻ്റെ സംയോജിതമായ ഇടപെടലുകൾ കൊണ്ട് നിങ്ങൾക്ക് അടി മുതൽ മുടി വരെയുള്ള ഡീറ്റെയിൽസ് തരേണ്ട സന്ദർഭം സുപ്രഭാതം സൃഷ്ടിച്ചു. കൈ വെറുതെ ഇരിക്കുകയാണെങ്കിൽ സുപ്രഭാതത്തിന് വേണ്ടി നല്ലൊരു കൈയ്യടി കൊടുക്കും. കാരണം ഈ കതിരിൽ വളം വയ്ക്കല്ല, ഈ സമയത്ത് 10 കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വെക്കുകയാണ്. അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ടാകും. മനുഷ്യരെ കൈപിടിക്കാൻ ഉള്ള സഹായമാണ് ചെയ്യുന്നത്. അപ്പോൾ പല ഇതുണ്ട്. NIT കോഴിക്കോട് പല സ്ഥലത്തുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ JEE വഴി അഡ്മിഷൻ കിട്ടുന്ന സ്ഥാപനമാണ്. IIT കേരളത്തിലുണ്ട്, പുറത്തുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ ഉഴപ്പന്മാർക്ക് ജീവിക്കാൻ, അവരും ജീവിച്ചു പോയിക്കോട്ടെ. ഇപ്പം ഞാനൊക്കെ ഒരു അന്താരാഷ്ട്ര ഉഴപ്പനാണ്, എന്നാൽ എനിക്കും ജീവിക്കണ്ടേ, എനിക്കും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെന്ന് ആഗ്രഹം വന്നു. അങ്ങനെയുള്ളവർക്ക് എൻട്രൻസ് ഒന്നും ഇല്ലാതെ പോകാൻ BCA, BSc കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള കോഴ്സിന് പോകാം. BTechന് നമ്മൾ സുഹൃത്തുക്കളാണല്ലോ നമ്മൾ ഒരുപാട് സഹായിക്കുക. പഠിക്കുന്ന കാലത്ത് ആകെ കൊളാക്കി തരാം. പക്ഷേ ഇത് പോയിട്ടും ബാൽക്കണി സീറ്റ് കിട്ടാൻ ഇത്തിരി പ്രയാസമാണ്. എന്നുവെച്ചാൽ BTechകാരനാണ് ഷൈൻ ചെയ്യുക. പക്ഷെ നിങ്ങളും ഭാവിയിൽ MCA ഒക്കെ എടുത്ത് പോകാം. അങ്ങനെ അതുകൊണ്ട് അന്ന് പറ്റാതിരുന്നവർ ഇപ്പോൾ വേണമെങ്കിൽ BCAക്ക് ചേരാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷന് അടുത്ത ദിവസം വിളിക്കും, അന്നേരം പോവാം. MBBS അത് പറയേണ്ട കാര്യമില്ല, നീറ്റാണ് പരീക്ഷ. MBBS എടുക്കാം. ഒരു പൈസയും ചിലവാക്കാതെ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് ചെലവിൽ പഠിക്കാം. എയിംസ് പോലുള്ളതിൽ 1500 രൂപ ഒരു കൊല്ലത്തിൽ ഫീസ് കൊടുത്ത് പഠിക്കാം. ജിപ്മർ, പോണ്ടിച്ചേരി ഇതൊക്കെ ഹൈ സ്റ്റാൻഡേർഡിലാണ്. BDS ഉണ്ട്. വെറ്ററിനറി മൃഗഡോക്ടർ സ്കോപ്പുണ്ട്. പട്ടികളെയും പൂച്ചകളെയും മാത്രമല്ല പുഴുക്കളെയും പാമ്പുകളെയും ഒക്കെ നോക്കേണ്ടി വരും. മഞ്ചേരിയിലൊരു മെഡിക്കൽ കോളേജിൻ്റെ എത്ര ഫീസ്? കൊല്ലത്തിലൊരു 10-32,000 രൂപ മതി. കൊച്ചിയിലുണ്ടൊരു സ്ഥാപനം അമൃതയുടെ ഒക്കെ, അവിടെ എത്ര ഫീസ് വരും? അവിടെ എൻട്രൻസ് എഴുതണം. 22 ലക്ഷം വരും ഒരു കൊല്ലം. പ്രൈവറ്റാണ്, അതിന് മുതൽ വരും.
അപ്പം നമ്മൾ ഇവിടെ തന്നെ MES എത്ര വരും? 8-9 ലക്ഷം ഓരോ കൊല്ലം വരും. അപ്പം നിങ്ങളുടെ റാങ്ക് നന്നായാൽ, ഇപ്പോഴേ ശ്രമിച്ചാൽ നല്ല റാങ്കിൽ വന്നാൽ കുറഞ്ഞ ചിലവിൽ പഠിക്കാം. അഗ്രികൾച്ചർ അതിൻ്റെ പേരിൽ കിട്ടും, ഫിഷറീസ് കിട്ടും, ഫോറസ്ട്രി കിട്ടും. CUET UG എന്തൊക്കെയുണ്ട്? മെഡിക്കൽ ഒഴികെ മിക്കവാറും എല്ലാം ഉണ്ടെന്ന് വേണം പറയാം. ഏകദേശം പാരാമെഡിക്കൽ ഉണ്ട്, എൻജിനീയറിംഗ് ഉണ്ട്, നാട്ടിലുള്ള സകല ഇതുണ്ട്, യോഗയുണ്ട്. അതൊരു യോഗമാണ്. നഴ്സിംഗ് എൻട്രൻസ് ഉണ്ടോ ഇല്ലയോ കേരളത്തിൽ? ഇതൊന്നും കാണുന്നില്ലേ? പത്രം രാവിലെ ഇട്ട് പത്രക്കാരനിട്ട് പോയിട്ട് നോക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ഓരോ ദിവസം പറയുന്നുണ്ട്, ഒരു ദിവസം പറയില്ല. ഇപ്പോൾ ഇല്ല എന്നാണ് കേരളത്തിലെ കാര്യം പറഞ്ഞുള്ളത്. പക്ഷേ ഭാവിയിൽ വരും. നിങ്ങൾ എൻജിനീയറിങ് മെഡിക്കലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ മെഡിക്കൽ സിലബസ് വെച്ചിട്ട് പ്രിപ്പറേഷൻ നടക്കുക. എത്രയാണ് ടൈമെന്ന് പറയാത്തതുകൊണ്ടാണ് ഞാൻ മാക്സിമം പോകുന്നത്. കുഴപ്പമില്ലല്ലോ, ഓക്കെ, താങ്ക് യു. അപ്പോൾ നേഴ്സിംഗ് ഏറ്റവും ഡിമാൻഡുള്ളതാണ്. ഇവിടുത്തെ സ്റ്റാളിലടക്കം ഞാൻ പോയി. നേഴ്സിംഗ് പല സ്ഥലത്തും തീർന്നു. കർണാടക നേഴ്സിങ്ങിന് എൻട്രൻസ് ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ആ എൻട്രൻസിൻ്റെ അറിയിപ്പ് ഇതും സുപ്രഭാതം പത്രത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് എടുത്ത്. അപ്പോൾ നമ്മൾ ഇനി മുതൽ ഇതിൽ പറയാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ഡേറ്റൊക്കെ കഴിഞ്ഞു, ഇനി അടുത്ത കൊല്ലം വരുമല്ലോ. നാളെ മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണല്ലോ. മക്കൾ 10 എത്തിയിട്ടല്ലോ. ഫ്രീ ആയിട്ട് നേഴ്സിംഗ് പഠിക്കാൻ ഗേൾസിന് മാത്രം മിലിറ്ററി നേഴ്സിംഗ്. കോഴിക്കോട്ടിൻ്റെ ക്യാപ്റ്റൻ സെറീന, റിട്ടയർ ചെയ്ത ആള്. കീം എല്ലാവർക്കും അറിയാം. വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഓണമൊക്കെ അറിയാത്ത ആരെങ്കിലും. അതുപോലെ കീം ഏകദേശം കേരള PSC ഒക്കെ എല്ലാവർക്കും അറിയാം. എന്താ കീം? കേരളത്തിലെ എഞ്ചിനീയർ എൻട്രൻസ് ആണ് കീം. ആരെങ്കിലും കീം എഴുതിയവരുണ്ടോ എന്ന് നിൽക്കും? എഴുതിയവരുണ്ടാവില്ല, അപേക്ഷിച്ചവർ ഉണ്ടോ? ഈ മൈക്കിനെന്താ? അതാ ഒരാൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എഴുതാൻ പോകുന്നുണ്ട്. ഓക്കെ, കീം എഴുതി കഴിഞ്ഞാൽ കേരളത്തിലെ മോനെ JEE എഴുതുന്ന ആളും കീം കാര്യമായിട്ട് എഴുതണം. അവിടെ കിട്ടിയിട്ടില്ല, നമുക്കിത് കിട്ടണം. ഓക്കെ, അപ്പോൾ മരിച്ച് പണിയെടുക്കുക എന്ന നാടൻ വാക്കുണ്ട്. കുട്ടിയോട് നന്നായിട്ട് മെനക്കെട്ട് പഠിക്കാൻ പറയാം. കീം വഴി തന്നെ വേറെ ഒരു സാധനം കൂടി കിട്ടും. ഏതാണ്? ഫാർമസി. നീറ്റ് എഴുതുന്ന എല്ലാ ആളുകളും ഫാർമസിയിലേക്ക് രജിസ്ട്രേഷൻ നടത്തണം. ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവർ, ഡോക്ടർ MBBS എടുത്താൽ ടീച്ചറാകാൻ പറ്റുമോ? എൻജിനീയറിംഗ് എടുത്താൽ ടീച്ചറാകാൻ പറ്റുമോ? ആരാ അവിടെ പറ്റുമെന്ന് പറഞ്ഞല്ലോ? ആ പറ്റുമെന്ന് പറഞ്ഞാണെന്ന് നീറ്റിക്കോ, ഒന്ന് കാണണമല്ലോ. ആരാ എൻജിനീയറിംഗ് പഠിച്ചാൽ ടീച്ചറാകാൻ പറ്റുന്നത്? യെസ്, വെരി ഗുഡ്. അല്ല, നിൽക്കൂ, പേരെന്ന് പറയും. വല്ല സമ്മാനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കണം, വിളിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം നമുക്കൊരു ധാരണ ഉണ്ട്, BEd പഠിച്ചാൽ നിങ്ങൾ എന്ത് പഠിച്ചാലും അതിന് ടീച്ചറാവണ്ടേ? ഡോക്ടർമാരെ ആരാ പഠിപ്പിക്കുന്നത്? ഡോക്ടറല്ലേ. എൻജിനീയർ പഠിപ്പിക്കുന്ന എൻജിനീയർ അല്ലേ? എന്താ സാറിൻ്റെ പേര്? നല്ലൊരു കൈയടി ഇവിടെ. ഇദ്ദേഹം, യെസ്. അപ്പോൾ എന്താ പേര്? അബൂബക്കർ സാഹിബ് പറഞ്ഞത് ശരിയാണ്. അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കണം, എനിക്ക് ടീച്ചർ ആവാൻ ആഗ്രഹമുണ്ട്, എന്നാൽ ഡോക്ടർ ആവണോ? എന്താ സംശയം? അങ്ങനെ വരും. നഴ്സറി ടു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് BEd ഉണ്ട്. TTC പേര് മാറ്റിയിട്ടോ. TTC എന്നുള്ള പേര് ഇപ്പോൾ ഇങ്ങനെയാണ്, DLEd എന്നാണ്. സയൻറ്റിസ്റ്റിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, ഐസറൊക്കെ നമ്മൾ പറഞ്ഞു. PhD എടുക്കാം. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ശ്രീനിവാസ രാമാനുജൻ ആരാള്? കുട്ടികൾ മൊബൈൽ കയ്യിലുള്ളവർ വീട്ടിലെത്തിയിട്ട് മാജിക് സ്ക്വയർ ഓഫ് ശ്രീനിവാസ രാമാനുജം എന്നൊന്ന് അടിച്ചു നോക്കാം. കണക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. സ്വന്തം ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ഏത് കൂട്ടിയാലും 139 ഉണ്ടാക്കിയ ഒരു കോളം ഉണ്ടാക്കിയുണ്ട്. പടച്ചവൻ നേരിട്ട് തലയിലേക്ക് കൊടുത്തൊരു ബുദ്ധിയാണ്. അതിൻ്റെ സൂത്രം നിങ്ങൾക്കറിയാം. കണക്ക് 5000 രൂപ മന്ത്ലി ഇങ്ങോട്ട് കിട്ടും. ഇതാ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് +2 കഴിഞ്ഞ കുട്ടിക്ക് 5000 രൂപ വീതം ഇങ്ങോട്ട് വാങ്ങിയിട്ട് നല്ല ജോലിയും കിട്ടും, പ്ലേസ്മെൻറ്റും കിട്ടും. എൻട്രൻസ് എഴുതി നോക്കും, വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISROയിൽ നിങ്ങളെ നേരിട്ട് ജോലിക്ക് എടുക്കണോ? IIST ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി അടിപൊളി സംഭവമാണ്. JEE എഴുതണം. കുസാറ്റിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു. പാരാമെഡിക്കലിന് പറയണം. പാരാമെഡിക്കലിന് നഴ്സിങ്ങിന് എൻട്രൻസ് ഇല്ല പ്രാവശ്യം കേരളത്തിൽ. ബാക്കിയൊക്കെ വിളിക്കുന്ന ആരാണ്? LBS സെൻറ്റർ വിളിക്കും. കണ്ണിൽ എണ്ണ ഒഴിച്ച്
നോക്കിയിരുന്ന് ശ്രദ്ധിച്ച് അപേക്ഷിച്ചോളാന്ന് പണ്ടൊരു ചൊല്ലുണ്ട്. നിങ്ങൾ എണ്ണയൊന്നും ഒഴിക്കണ്ട, പക്ഷേ ശ്രദ്ധിച്ചോളാം. അറിയിപ്പ് പാരാമെഡിക്കലിന് അപേക്ഷ വിളിച്ചു എന്നാണ് കാണുക. അപ്പോൾ പിന്നെ വിദേശയാത്ര ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഇങ്ങനെ എന്തോ ഒന്നും സ്വപ്നം കണ്ടാൽ പോരാ, എന്ത് വേണം? കോഴിക്കോടൻ ബിരിയാണി സൂപ്പറല്ലേ? കോഴിക്കോട്ട് 5 പൈസ കൊള്ളാത്ത പൊട്ട ബിരിയാണി കോഴിക്കോടും കിട്ടും, സൂപ്പറും കിട്ടും. കോഴിക്കോട് MBA പൊട്ട MBA കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ 62 ലക്ഷം വർഷത്തിൽ ശമ്പളം കിട്ടുന്നത് കിട്ടും. അമേരിക്കയിലുണ്ട് പൊട്ട സ്ഥാപനം, എല്ലായിടത്തും ഉണ്ട്. റാങ്കിങ് ഉണ്ട്. ആ റാങ്കിങ് അനുസരിച്ച് ഉള്ള ബെസ്റ്റ് സ്ഥാപനത്തിൽ ഇന്ത്യയിലെ റാങ്കിങ് ആണ് NIRF, മറ്റേത് QS-ഉം ടൈംസ് ഹയർ എഡ്യൂക്കേഷനും. ഇതൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് എന്നുള്ള സാധനം നമ്മളെ കയ്യിലുണ്ടല്ലോ, അത് നോക്കാൻ ശീലിക്കണം. ഓക്കെ, ഇതിപ്പോൾ തന്നെ ചില ആളുകൾ ബുദ്ധിപൂർവ്വം ഫോട്ടോ എടുക്കുന്നുണ്ട്. അതാ വേണ്ടത്. ഇൻഫർമേഷൻ പെട്ടെന്ന് തലേ കയറാത്ത. ഡിഫൻസ് NDA പറഞ്ഞു സയൻസുകാരല്ലാത്തവർക്ക്, ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും എഴുതാവുന്ന, സയൻസുകാർക്ക് എന്തും എഴുതാം. ചില എൻട്രൻസ് ആണ് ഇതൊക്കെ. എത്ര എൻട്രൻസ് ആണ്? എന്നിട്ടും ഹ്യൂമാനിറ്റീസുകാരായ എന്നെ പോലുള്ള ആളുകൾ നമുക്ക് സുഖമാണ്, ഒന്നും വേണ്ടെന്ന് വിചാരിക്കും. സ്കോളർഷിപ്പുകൾ, ഇൻസ്പയർ സ്കോളർഷിപ്പ്. നിങ്ങൾ +2 ഒരു 99 കിട്ടിയെന്ന് വിചാരിക്കാം. ഡിഗ്രിക്ക് ചേരുമ്പോൾ തന്നെ പത്രങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. സ്കോളർഷിപ്പ് ഒരു കൊല്ലം 80,000 റുപ്പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡിഗ്രി കഴിയുന്നത് വരെ 5 കൊല്ലം, ഡിഗ്രി പ്ലസ് PG 5, മൊത്തം 5 കൊല്ലം, 3ഉം 2ഉം കിട്ടും. ഇൻ്റഗ്രേറ്റഡ് എടുത്താലും കിട്ടും, അല്ലാത്ത കിട്ടും. പണം, പദവി, ജാതി, മതം ഒന്നും പ്രശ്നമല്ല. കോടീശ്വരനും കിട്ടും, പാവപ്പെട്ടവനും കിട്ടും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. വിദേശത്തേക്ക് സ്കോളർഷിപ്പിനെ കുറിച്ച് വായിക്കുമ്പോൾ ജേർണലിസമൊക്കെ താല്പര്യമുള്ളവരെ പോകാവൂ. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ്, MBA 2 കൊല്ലത്തെ MBA ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് +2 കഴിഞ്ഞ ഉടനെ. പിന്നെ ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾ നല്ല സ്കോപ്പാണ്. എന്തൊക്കെ തരം ഡ്രസ്സുകളാണ്? സൈക്കോളജി പറഞ്ഞു. ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഓൾ ഇന്ത്യ എൻട്രൻസ് ഉണ്ട്. NCHM JEE എല്ലാവർക്കും എഴുതാം. സ്പോർട്സ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം പറയാം. ഇല്ല, ഇവിടെ ആരുമില്ല. നല്ല ഇവരാണ്. പിന്നെ പട്ടാളത്തിൽ ചേരുമ്പോൾ അഗ്നിവീർ മുതൽ വലിയത് വരെ, NDA വരെ, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് വരെ. +2 കഴിഞ്ഞിട്ട് NDA ആണ് ലോകത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജോലികളിലൊന്ന്. പിന്നെ ഫിലിം, അങ്ങനത്തെ ലീഗൽ സ്റ്റഡീസ്, എൻട്രൻസ്, USAID, NIFT, ഇതൊക്കെ ഡിസൈനിങ്ങിൻ്റെ സ്ഥാപനങ്ങളാണ്. ഗെയിം ഡെവലപ്പർ, അത് നമുക്കൊരു കൈ നോക്കിയാലോ? ഗെയിം, അതാ ഒരു സഹോദരി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഗെയിമിൻ്റെ പേരെന്താ? മോള് ഗെയിമെല്ലാം കളിച്ച് ഫോട്ടോ എടുത്താണ്, എനിക്കറിയാം. ഞാൻ വെറുതെ ചുമ്മാ തമാശക്ക് പറഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ടാണ് ക്ലാസ് വിജയിക്കുന്നത് വെച്ചാൽ നിങ്ങളെ സഹകരണം കൊണ്ടാണ്. കാരണം നമ്മൾ ഇയാളെന്താ എന്നെപ്പറ്റി കളിയാക്കുന്നതെന്നല്ല. അങ്ങനെയൊക്കെ വേണം. ആ ലെവലിൽ നമ്മൾ സുഹൃത്തുക്കളാണെന്ന രീതിയിൽ പെരുമാറാൻ കഴിയുന്ന നല്ലൊരു ഓഡിയൻസ് അവിടെ ഉള്ളത്. ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്, വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. സുപ്രഭാതം ടീമിന് തീർച്ചയായിട്ടും അവർ കൊണ്ടുവന്ന ആളുകളെ കുറിച്ച് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഈ ഗെയിം കളിപ്പിക്കുന്ന ജോലി ഉണ്ടല്ലോ, NID ഗെയിം ഉണ്ടാക്കണ്ടേ? ഗംഭീരം കിട്ടുന്നതാണ്. നമ്മൾ കളിച്ച് നശിക്കണ്ട, പക്ഷെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ NID, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ്റെ +2 ആർക്കും എൻട്രൻസ് എഴുതാം. കിട്ടിയ സൂപ്പറാണ്. പിന്നെ മൾട്ടിമീഡിയ, വിഷ്വൽ മീഡിയ, അനിമേഷൻ, ഇതൊക്കെ നല്ല മേഖലകളാണ്. വീട്ടിലിരുന്ന് പോലും ജോലി ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞമ്മൽ ബോയ്സിൻ്റെ മാത്രമല്ല, ഒരുപാട് എല്ലാ ഫിലിമിലും നിങ്ങൾ കാണുന്ന വീഡിയോസിലും എല്ലാത്തിലും അതൊക്കെ ഉള്ളതാണ്. സോഷ്യൽ വർക്ക്, ട്രാവൽ ആൻഡ് ടൂറിസം നല്ല മേഖലയാണ്. ഫോറൻസിക് 10 തൊട്ട് ആലോചിച്ചിട്ട് പോവുക. പോളിടെക്നിക് കാര്യം പറയും. പിന്നെ ആർമി നിങ്ങളെ നേരിട്ട് ഏറ്റെടുക്കുന്ന പരിപാടി. അപ്പോൾ ഇങ്ങനെ പല സംഗതികളുടെ പിന്നെ പെട്ടെന്ന് പറയുന്ന ഇത് പോവാം. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഏത് കാലത്തും ശ്രമിച്ചാൽ നിങ്ങൾ എന്ത് പഠിച്ചാലും കുഴപ്പമില്ല. Anyone who stops learning is old. വയസ്സെത്രയായാലും, 20 ആയാലും 80 ആയാലും പഠനം നിർത്തുന്നവൻ ഓൾഡാണ്, കിളവനാണ്. പഠനം ആരാണോ തുടരുന്നത് അവൻ യൂത്താണ്, യങ്ങാണ്. മനസ്സ് യങ്ങായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു വാക്യമുണ്ട്, അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമാണ് അനന്തമായ സമയം. ആ അനന്തമായ സമയത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സമയമാണ് അസ്ലം സാറും ടീം നമുക്ക് വേണ്ടി തന്നത്. കാരണം ഇതൊരു ബേസിക് സാധനം കിട്ടണം. ബേസിക് സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിന് മേലോട്ട് എങ്ങനെ വേണമെങ്കിലും പോവാം. അടിത്തറ ഭദ്രമാക്കണം. അപ്പം അടിത്തറ ഭദ്രമാക്കുന്നതിൻ്റെ
ഒരു ക്ലാസ്സിൽ കൊടുക്കാവുന്ന ഏറ്റവും കൂടുതൽ ഡാറ്റ ഞാൻ തന്നു. അങ്ങനെ തരാൻ നിങ്ങളുടെ സഹകരണം കൊണ്ടാണ് സാധിച്ചത്. അങ്ങനെ കിട്ടിയ ഡാറ്റ നിങ്ങൾക്ക് വേണ്ടത് ഏതെന്ന് കണ്ടുപിടിക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം, ഇപ്പോഴും ചോദിക്കാം. സുപ്രഭാതം അതിൽ വേണമെങ്കിൽ അതിനുള്ള കോളംസും കാര്യമൊക്കെ കരിയർ ഡൗട്ടിൻ്റെ ഒരു കോളം തന്നെ വേണമെങ്കിൽ ചെയ്യാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രസിദ്ധീകരണത്തിൽ 10 വർഷം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ ഡൗട്ടിനും കൈത്താങ്ങാകാൻ വേണ്ടി സുപ്രഭാതം ഉണ്ട് എന്നുള്ള വലിയ സന്തോഷമാണ്. അതുകൊണ്ട് ഇത്രയും സമയം, ഏറ്റവും കൂടുതൽ സമയമായിരിക്കും ഒരു പക്ഷേ ഇന്നത്തെ ദിവസത്തിൽ എങ്കിലും 1-2 ചോദ്യങ്ങൾക്കൊക്കെ ഇനിയും അവസരം കിട്ടുമായിരിക്കാം. അതുകൊണ്ട് ചോദിക്കാം. ഞാൻ പൈലറ്റാവും, ഞാൻ സയൻറ്റിസ്റ്റ് ആവും എന്നൊക്കെ ചോദിച്ചവനാണ്. മലപ്പുറം ജില്ലയിൽ ഒരു IAS ഓഫീസറുണ്ട്, മുഹമ്മദ് അലി, എന്താണ് പേര്, ബാക്കി ഷിഹാബ്, കൊടുകൈ ഷിഹാബ് സാറേ. ഞാൻ അദ്ദേഹത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇതുപോലെ ചടങ്ങിൽ കൊണ്ടുവന്ന് കുട്ടികളായിട്ട് ഈ സംസാരിപ്പിക്കുന്നതിനൊക്കെ കുട്ടികൾക്ക് എന്ത് ഇഷ്ടമെന്നറിയാം. 22 റാങ്ക് ലിസ്റ്റിൽ വന്നു. പത്രക്കാർ വന്നു വാർത്ത എഴുതാൻ. അവിടെ ഇനി എന്താ പ്ലാൻ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്നാൽ സിവിൽ സർവീസ് ഒന്ന് എഴുതി നോക്കണം. ഏത് സമയത്താണ് നാഥൻ നമ്മുടെ നാവിൻ്റെ അറ്റത്ത് വലിയൊരു കാര്യം കൊണ്ടുവയ്ക്കുക എന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് പറഞ്ഞു. അങ്ങ് പറഞ്ഞതാ, പിറ്റേന്ന് പത്രങ്ങളിൽ അതാണ് ഹെഡിങ്, അനാഥന് IAS മോഹം. ദെൻ ദർ ഇസ് നോ ഗോ ബാക്ക്. പുറകോട്ട് പോകാൻ പറ്റില്ല. കാരണം പറഞ്ഞു, ലോകം അറിഞ്ഞു. ഇന്ന് കളക്ടറാണ്. പറയുക, ആരോടും പറയാം, നിങ്ങളുടെ സുഹൃത്തുക്കളോടും പറയാം, ഞാൻ ഇന്നതാവണം. ഒളിച്ചു വെക്കണ്ട. കിട്ടിയില്ലെങ്കിലോ അതിലും വലുത് കിട്ടും. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 2 ചെറിയ ഉദാഹരണങ്ങൾ. കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ ഉണ്ടാക്കിയ കഥകളില്ല, ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സമയം വൈകിട്ട് അവിടെ ഫോൺ സൗണ്ട് സിസ്റ്റം കട്ട് ചെയ്യണോ എനിക്കൊരു സംശയം. ആണോ? ഒന്ന് കൈയ്യടി അദ്ദേഹത്തിന് കൊടുക്കും. അദ്ദേഹം ഇതൊക്കെ തമാശ പറയുന്നതാണ്. ഇങ്ങനെ തമാശ ഉൾക്കൊള്ളാനുള്ള സദസ്സ് അവിടെ ഉള്ളതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ സന്തോഷിക്കുന്നത്. APJ അബ്ദുൽ കലാം എന്നുള്ള പയ്യൻ്റെ ആഗ്രഹം എന്തായിരുന്നു അറിയാം നിങ്ങൾക്ക്? കുട്ടിയായിരുന്ന കാലത്തല്ല, ചെറുപ്പക്കാരനായിരുന്ന കാലത്തൊക്കെ നിങ്ങളെപ്പോലെ ആയിരുന്ന കാലത്ത് എന്തായിരുന്നു, എന്ത് ജോലിയായിരുന്നു ആഗ്രഹം? പൈലറ്റാവുകയായിരുന്നു. എവിടെ? സൈന്യത്തിൽ, എയർഫോഴ്സിൽ പൈലറ്റാവുക. മടിയനല്ല, ഇരുന്ന് പഠിച്ചു. ഡിഗ്രി കഴിഞ്ഞു, ജോലിക്കുള്ള നോട്ടിഫിക്കേഷൻ ശ്രദ്ധിച്ചു, അപേക്ഷിച്ചു, മെനക്കെട്ട് പഠിച്ചു, പരീക്ഷ എഴുതി, 1000 അപേക്ഷിച്ചു, എഴുതി, ടെസ്റ്റ് പാസ്സായി. ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ ഓരോരുത്തരും ഇങ്ങോട്ട് വിളിച്ചില്ലേ, ഓരോരുത്തരോട് ചോദിക്കുന്നില്ലേ, നാളത്തെ ഇൻ്റർവ്യൂവിലേക്ക് നിങ്ങളെ കൈപിടിക്കുക എന്നാ ഉദ്ദേശം. അദ്ദേഹം ഇൻ്റർവ്യൂവിന് പോയി. 25 പേരുടെ റാങ്ക് ലിസ്റ്റ് മാത്രമാണ് വന്നത്. ഇൻ്റർവ്യൂവും കഴിഞ്ഞിട്ട് വെറും 25 പേര് 1000-ങ്ങളിൽ നിന്ന്. അതിൽ നിന്ന് APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 25-ാം റാങ്ക്, 25-ൽ 9ാമത്തെ റാങ്ക്. നാട്ടിലൊക്കെ ആഹ്ലാദം. അന്ന് മൊബൈലില്ല, വാൾ പോസ്റ്ററില്ല, കർണാകർണിയ പറഞ്ഞ് ആ കുട്ടി പ്രതീക്ഷയുടെ ഏറ്റവും മേലെ നിന്നു. അവസാനം അപ്പോയിൻമെൻ്റ് ഓർഡർ വരാൻ തുടങ്ങി. വെറും 8 പേർക്ക് മാത്രം അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടുകയും 9ാമനായ APJയുടെ പ്രതീക്ഷകൾ അത്രയും തകർന്നു പോവുകയും, മരിച്ചാൽ മതിയെന്ന് നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും തോന്നും. ആ കുട്ടിക്ക് വന്ന് അങ്ങനെ തന്നെ തോന്നുകയും ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെല്ലുകയും, അവിടേക്ക് ഇന്ന് തിരിച്ചു വന്ന കഥയൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പുസ്തകത്തിൽ നമുക്ക് വായിക്കാം. സ്വന്തം പുസ്തകത്തിൽ. അങ്ങനെ എന്താഗ്രഹിച്ച് എത്ര നന്നായിട്ട് ശ്രമിച്ചാലും കിട്ടിയില്ലെന്ന് വരാം. പക്ഷേ നാഥൻ കാത്തു വച്ചിട്ടുള്ളത് അതിലും വലുതായിരിക്കും. ഇന്ത്യയിലെ മുഴുവൻ പൈലറ്റുമാരുടെയും കരസേനയിലെയും വ്യോമസേനയിലെയും എല്ലാ കമാൻഡർമാരുടെയും ഏറ്റവും വലിയ കമാൻഡറായി, ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനായി, ഇന്ത്യയുടെ രാഷ്ട്രപതിയായി APJ അബ്ദുൽ കലാം. സോ ഡു യുവർ ബെസ്റ്റ്. കിട്ടും. അഥവാ കിട്ടിയില്ലെങ്കിൽ അതിലും മേലെയേ കിട്ടും. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന ഇത്രയും നല്ലൊരു പേഷ്യൻ്റ് ലിസണിങ്ങിന്
ആത്മാർത്ഥമായിട്ട് ആവശ്യക്കാരൻ മാത്രം വന്ന സദസ്സിൽ ഇത്രയും അന്തസ്സോടെ ഇരുന്ന് കേട്ടതിന്, സ്നേഹത്തോടെ ഇരുന്ന് കേട്ടതിന്, നമ്മൾ പറഞ്ഞതിനൊക്കെ അതിൻ്റെ സ്പിരിറ്റിൽ തന്നെ ഉൾക്കൊണ്ട് സൗഹൃദം കാത്തു സൂക്ഷിച്ചതിന് എല്ലാവർക്കും നിങ്ങൾ വലിയൊരു നിലയിലെത്തട്ടെ. ഈ കൈപിടിക്കൽ നമുക്ക് നന്മയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തോ പറയാനുണ്ട്? ഒരു മൈക്ക് കൊടുത്താൽ 40 വയസ്സ് കഴിഞ്ഞവർക്ക് ജോലിയായിട്ട് ചൂസ് ചെയ്യാൻ പലതിനും. ഇപ്പോൾ കോഴിക്കോട് മാളിക്കടവ് കേരള ഗവൺമെൻറ്റിൻ്റെ ITI, അവിടെ നമ്മുടെ മേക്കപ്പ്, കല്യാണത്തിനൊക്കെ നമ്മൾ മേക്കപ്പ് എടുക്കുന്നില്ലേ സ്ത്രീകളെ, അതിൻ്റെ കോഴ്സുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, പ്രായപരിധിയില്ല, ഫീസില്ല, സ്കൂളിൽ ചോറും കറിയും കിട്ടുന്ന പോലെ അവിടെ പാലും കോഴിമുട്ട പുഴുങ്ങിയതുമാണ്. പഠിക്കാം, ജോലി കിട്ടും. ജോലി കിട്ടിയാണ് എനിക്കറിയാം. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നാണ്, 1 കൊല്ലം കൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ബേക്കറി, കൺഫെക്ഷണറി, ബേക്കറി, കേക്കിംഗ് പോലുള്ള, കേക്ക് ഉണ്ടാക്കുന്നത് പോലുള്ള സാധനങ്ങൾ ഉണ്ടായിക്കൂടെ? പഠിച്ചൂടെ? വര, ചിത്രം, തയ്യൽ, GFD, ഗവൺമെൻറ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനങ്ങളുണ്ട്. 10 കഴിഞ്ഞതിൻ്റെ പേരിൽ ചേരാവുന്ന തയ്യൽ, ഫാഷൻ ഡിസൈനിങ്, തയ്യൽ, അതിൻ്റെ കൂടി രൂപം. ജോലിയിലിരിക്കുന്ന ആളുകൾ എനിക്കറിയാം, എത്രയോ പേരുണ്ട്. വേണമെങ്കിൽ സാറിനോടൊക്കെ നമ്പർ വാങ്ങിയാൽ കൂടുതൽ ലിസ്റ്റുകളൊക്കെ ഞാൻ വേണമെങ്കിൽ അയച്ചു തരികയും ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. വെരി ഗുഡ്, നല്ലൊരു ഗൈഡ് കൊടുക്കൂ. ആഗ്രഹമാണ്. കാരണം ഞാൻ ഇതുവരെ ജോലിക്കൊന്നും പോയില്ല. കാരണം എൻ്റെ കുട്ടികളെ വലുതാക്കുന്നതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ്, ഉത്തമയായ മാതാവിൻ്റെ കർത്തവ്യമാണ്. പക്ഷേ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കുകയാണ്. ഓരോരുത്തരും മൊബൈലിൽ തോണ്ടിക്കളിക്കുന്നതിന് പകരം ഞാൻ അന്തസ്സായിട്ട് അഭിമാനത്തോടുകൂടി ചെയ്യാവുന്നൊരു ജോലി ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹമാണ് വലുത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കാം. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആസ്ട്രോനോട്ട്. ഓക്കെ, ആസ്ട്രോനോട്ട് ആവാനുള്ള ഒരു കാര്യമായിരുന്നു ഞാൻ പറഞ്ഞത്. JEE എഴുതിയിട്ട് IIST. പിന്നെ ഫിസിക്സ്, നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ ലെവലിൽ ഉയർന്നു പോകാം. രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരിൽ. ഇങ്ങനെ ഇപ്പം നിങ്ങൾ ഒന്നുകിൽ എൻട്രൻസ് എഴുതിയിട്ടുണ്ടെങ്കിൽ IITയിൽ ഇൻ്റഗ്രേറ്റഡ് ഫിസിക്സിന് ചേരുക. എൻട്രൻസ് എഴുതിയിട്ടില്ലെങ്കിൽ എഴുതി ചേരുക. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണ ഫിസിക്സിന് ചേരുക. പിന്നീട് PG തലത്തിൽ ഇതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ബ്രാഞ്ചുകളിലേക്കൊക്കെ മാറുക. ആസ്ട്രോനോട്ട് ആവണം എന്നൊരു കുട്ടി ആഗ്രഹിച്ചപ്പോഴേ ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചാൽ എത്തും. ഇപ്പോൾ ആസ്ട്രോനോട്ടിൻ്റെ സാധ്യതകൾ വർദ്ധിച്ചാണ് വരുന്നത്. കാരണം പ്രൈവറ്റ് കമ്പനികൾ, ഒരു മലയാളിയുണ്ട് ടൂറിന് പോകുന്നു. ആരാ? നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാ? ആരോ പറഞ്ഞു. അതെ, സന്തോഷ് ജോർജ്. അപ്പോൾ ആ സമയത്ത് നമ്മളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിച്ചു. തീർച്ചയായിട്ടും പറ്റും, ആ ലെവലിൽ മുന്നോട്ട് പോവാം. ഏറ്റവും ബെസ്റ്റ് സ്ഥാപനത്തിൽ പഠിക്കാൻ നോക്കുക. കഴിയുന്നത് മോനെഴുതുന്ന JEE എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് IITകളിലൊക്കെ എൻജിനീയറിംഗ് മാത്രമല്ല എന്നൊക്കെ ഞാൻ കാണിച്ചു. വേറെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇനിയും പറഞ്ഞല്ലോ പത്രക്കാർ അതിനുള്ള എല്ലാം അക്കോമഡേറ്റ് ചെയ്യും. നിങ്ങൾ ലെറ്റർ രൂപത്തിലും ഒക്കെ തന്നെ കൊടുത്താലും, ലെറ്റർ എന്ന് പറഞ്ഞാൽ കത്തെഴുതി പോസ്റ്റ് ചെയ്യല്ല, മെസ്സേജായിട്ടൊക്കെ ഉള്ള ഏത് രീതിയിലും കൊടുത്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാം. അപ്പോൾ വിഷ് യു